ഹലോ വെൽക്കം ടു ഗ്ലോ വിത്ത് നാസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു എൻ്റെ കയ്യിലുള്ള കുറച്ച് പെർഫ്യൂംസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ പെർഫ്യൂംസിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ്സും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂമിൻ്റെ റിവ്യൂസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യത്തെ പെർഫ്യൂം ഒരു ബോഡി മിസ്റ്റാണ്, പെർഫ്യൂം അല്ല, ഒരു ബോഡി മിസ്റ്റാണ്. പ്ലമ്മിൻ്റെ ബോഡി ലവിൻ ബോഡി മിസ്റ്റ് സ്മോക്കിംഗ് വാനില എന്നൊരു ഈ ഒരു ബോഡി മിസ്റ്റാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് ഞാൻ കാശ് എടുത്തിട്ട് വാങ്ങിച്ചതല്ല, എനിക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടിയതാണ്. കുറച്ച് പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ ബി ആയിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണിത്. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ മണപ്പിക്കുമ്പോൾ പെട്ടെന്ന് സ്മെല്ല് അറിയാൻ പറ്റില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്താൽ ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു സ്വീറ്റ് വാം ഒരു മസ്കി വാനില ടൈപ്പ് സ്മെല്ല് വരും. ഒരു വാനിലയുടെ ഒരു സ്മെല്ലാണിത് നമുക്ക് തരുന്നുള്ളത്. അത്ര ഒരു സ്ട്രോങ് ടൈപ്പ് സ്മെല്ലൊന്നുമല്ല, ഒരു വാനിലയുടെ സ്മെല്ല്. ആൻഡ് നല്ലൊരു സ്മെല്ലാണ്. ഇതൊരു 2 ഹവറേ ലാസ്റ്റിംഗ് ഉള്ളൂ, ഒരു കൂടുതലൊന്നും ഇതിന് ലാസ്റ്റിംഗ് ഇല്ല. ബിക്കോസ് ഇതൊരു ബോഡി മിസ്റ്റ് ആണല്ലോ, അപ്പോൾ ലാസ്റ്റിംഗ് അത്രയേ ഉള്ളൂ, 2 ഹവറേ ലാസ്റ്റിംഗ് ഉള്ളൂ. സ്മെല്ല് നല്ലതാണ്, പക്ഷെ നല്ലൊരു കപ്പ് കേക്കിൻ്റെ ഒരു വാനിലയുടെ അതുപോലത്തെ ഒരു മണമൊന്നുമല്ല. ഓക്കെ, ഒരു നോർമലായിട്ട് ഒരു വാനിലയുടെ മണം. അത്ര വലിയ ഹൈപ്പിനത്ര ഒന്നും ഈ ഒരു മിസ്റ്റ് ഇല്ല, അങ്ങനെ പറയാം. കുറേ ഭയങ്കര ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ കുറേ റിവ്യൂസ് കണ്ടിട്ടുണ്ട്, കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റ്. ഭയങ്കര വാനിലയുടെ മണമാണ്, നല്ല അങ്ങനെ മണമാണ്, ഇങ്ങനെ മണമാണ്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, നോർമലായിട്ട് ഒരു വാനിലയുടെ മണം അത്രയേ ഉള്ളൂ. ലാസ്റ്റിംഗ് ഒട്ടുമില്ല. ഭയങ്കര ലാസ്റ്റിംഗ് ഉണ്ടെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിംഗ് ഒട്ടുമില്ല, ഒരു 2 ഹവറേ ലാസ്റ്റിംഗ്, 2 ഹവറും ഇല്ല, 1 ഹവറിൽ തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം ഫ്രാഗ്രൻസ് എല്ലാം പോകാൻ തുടങ്ങുന്നുള്ള അതുപോലത്തെ ഒരു ബോഡി മിസ്റ്റാണ്. ആയിട്ട് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ഇത് തീരുന്നത് വരെ ഉപയോഗിക്കും, പക്ഷെ ഞാൻ റീപർച്ചേസ് ചെയ്യൂല. ഇത് ഞാൻ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കാനും പോകില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ ഒരു മിസ്റ്റാണ്, തീരുന്നത് വരെ ഞാൻ ഉപയോഗിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഈ ലെയർ വാട്ടർ ഗേളിൻ്റെ സീക്രട്ട് ക്രഷ് എന്ന് പറയുന്ന ഒരു ബോഡി മിസ്റ്റാണ്. ഒട്ടുമിക്ക കോളേജ് ഗേൾസിൻ്റെ സ്കൂൾ ഗേൾസിനും ഗേൾസ് ഉപയോഗിക്കുന്ന ഒരു ബോഡി മിസ്റ്റ് ആയിരിക്കും ഇത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ബോഡി മിസ്റ്റ് അറിയായിരിക്കും. ആൻഡ് ഇത് ഞാനൊരു 160 അറൗണ്ട് 100 റുപ്പീസിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഒരു ഫ്രൂട്ടി ഒരു ഫ്ലോറൽ ഒരു കൈൻഡ് സ്മെല്ലാണ് ഇതിന് വരുന്നുള്ളത്. ആൻഡ് എനിക്ക് ഇതിന്ന് കിട്ടുന്നൊരു സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓറഞ്ചിൻ്റെ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ടൈപ്പ് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്കിതിന്ന് വരുന്നുള്ളത്. കുറച്ച് വാനിലയുടെ സ്മെല്ലും ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല. കുറച്ച് ഈ ഒരു രീതിയിൽ കുറച്ച് സ്ട്രോങ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്ര ഫേവറേറ്റ് ഒന്നുമല്ല. വാങ്ങിച്ചതുകൊണ്ട് ഞാൻ ഇത് തീരുന്നത് വരെ ഉപയോഗിക്കും. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ലാസ്റ്റിംഗ് ഇല്ല. കുറേ ലാസ്റ്റിംഗ് എല്ലാം ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരു ഫ്രാഗ്രൻസ് ആണ് ഇത്, ബോഡി മിസ്റ്റാണ്. പക്ഷെ അത്ര ലാസ്റ്റിംഗ് ഒന്നുമില്ല, 2-3 ഹവർ ലാസ്റ്റിംഗ് ഉണ്ട്. ചില സമയത്ത് എനിക്കിത് തലക്ക് കുത്തുന്ന പോലും തോന്നിയിട്ടുണ്ട്. ഒരു ആക്കിയ പ്രൊഡക്റ്റാണ്. എനിക്ക് അത്ര വലിയ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടില്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ കുറേ വേരിയൻ്റ് എല്ലാം ഉണ്ട്. വാനിലാൻ്റെ ബോഡി മിസ്റ്റൊക്കെ ഇതിൻ്റെ ഉണ്ട്. പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇതൊരു ബോഡി ഫ്രണ്ട്ലി ബോഡി മിസ്റ്റാണ്. ആൻഡ് ഇത് നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും. ഗ്ലാസ് ഒന്നുമല്ല, പ്ലാസ്റ്റിക് അല്ലേ. പിന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒട്ടുമിക്ക ആൾക്കാരുടെ ഫേവറേറ്റും ആണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇത് തരുന്നുള്ളത്. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രഷ് സ്മെല്ലൊന്നും ഇതിന് തരുന്നില്ല. ഇതൊരു ലക്സറി ആയിട്ടുള്ള ഒരു സ്മെൽ, ഒരു ചീപ്പായിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന് കിട്ടുന്നുള്ളത്. പിന്നെ നമുക്കിത് പിന്നെ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി വിയർ ആയിട്ട് ഉപയോഗിക്കാം. നോർമലായിട്ട് സ്കൂളിൽ കോളേജിൽ ഓഫീസിൽ അങ്ങനെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നൈക്കാൻ്റെ ലവ് സ്ട്രക്ക് നൈക്ക ബ്രാൻഡിലെ ലവ് സ്ട്രക്ക് എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം. ഇത് തീർന്നിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ട് കാലിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ചൊരു പെർഫ്യൂമാണിത്. ഇത് നല്ല അടിപൊളി ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത് എനിക്ക് തരുന്നുള്ളത്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ്. ഇതിൻ്റെ സ്മെൽ ഭയങ്കര നല്ലൊരു ഇങ്ങനെ കുറച്ചൊരു ഫെമിനൈൻ, ഒരു ഡെലിക്കേറ്റ് ഫെമിനൈൻ ടൈപ്പ് ഒരു സ്മെല്ല് അങ്ങനെ പറയാം. വുമൻസിന് പറ്റിയൊരു ഫ്രാഗ്രൻസ് ആണ് ഇത്. ഇപ്പോൾ പെർഫ്യൂമാണ്, നല്ലൊരു പെർഫ്യൂമാണ്. ഇതിൻ്റെ കുറച്ച് വലിയ വേരിയൻറ്റും ഉണ്ട്. ഇത് 15 ml ഒരു 160 170 ഒന്നും ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 190 160 അങ്ങനെ സംതിങ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ തീർന്നിട്ടുണ്ട്, ഞാൻ ഇത് റീപർച്ചേസ് ചെയ്തിട്ടില്ല. സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് വരുന്ന സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറൽ ടൈപ്പ് സ്മെല്ലാണ് വരുന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് ഇത് മണപ്പിക്കുമ്പോൾ തന്നെ ഇപ്പം കിട്ടുന്നുള്ളത് ഒരു മുല്ലപ്പൂയുടെ മണം, ജാസ്മീൻ്റെ മണമാണ് ഇതിന് വരുന്നുള്ളത്. പറയുകയാണെങ്കിൽ ഒരു സ്വീറ്റ്, ഒരു ഫ്ലോറൽ
ഒരു മസ്കി, ഒരു സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ്. നല്ല ഉണ്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ആൻഡ് ഇത് ഒരു ഡെയിലി വെയറിന് നല്ലതാണ്, പക്ഷെ അത്ര ലാസ്റ്റിംഗ് ഇല്ല. ഒരു 3 ഹവറേ ലാസ്റ്റിംഗ് ഉള്ളൂ. 3 ഹവർ ആകുമ്പോൾ സ്മെല്ല് പോകാൻ തുടങ്ങും. പക്ഷെ ഇത് അടിച്ച സമയത്ത് എന്തായാലും നമ്മൾ അടിക്കുന്ന ഒരു സമയത്ത് നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്യും. കാരണം ആ അടിച്ച സമയത്ത് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ഭയങ്കര ഒരു അത്രയും ഒരു പറയാൻ ബാക്കില്ല, എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല. കാരണം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അടിച്ച സമയത്ത് നമ്മൾ ആരും നോക്കിപ്പോകും, പക്ഷെ ലാസ്റ്റിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് റീപർച്ചേസ് ചെയ്യാത്തത്. ലാസ്റ്റിംഗ് ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിക്കുമായിരുന്നു. ലാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് റീപർച്ചേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഡെയിലി വെയറിന് നല്ലൊരു അടിപൊളി പെർഫ്യൂമാണ്. നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, കാരണം ഇത് മിനി ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇതിന് മെയിൻ വരുന്ന മണമെന്ന് പറഞ്ഞാൽ ഒരു മുല്ലപ്പൂവിയുടെ മണമാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഞാൻ ഇൻസ്റ്റായിൽ വീഡിയോസ്, റീൽസ്, പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ട് എന്നെ വാങ്ങിക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ആദിൽ ഖാദിരിയുടെ ഷനായ എന്ന് പറയുന്ന ഈ ഒരു അത്തർ. ഞാൻ കുറേ പ്രൊമോഷൻ വീഡിയോസ് അവരുടെ റീൽസിലൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു അത്തറാണ്. പക്ഷെ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ആയ ഒരു അത്തറാണ്. ബിക്കോസ് ഇതിൻ്റെ മണം ഒരു ലഗ്സറിയസ് മണമാണ്. ഈ ഫ്രാഗ്രൻസ് ആണ് ഇത് നമുക്ക് തരുന്നുള്ളത്. ഒരു ലഗ്സറിയസ്. ഇതിനെ പറ്റി പറഞ്ഞെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്നെല്ലാം വരുമ്പോൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്മെല്ല് വരുമല്ലോ അവരുടെ അടുത്ത് നിന്ന്, ആ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് ഇതിന്ന് നമുക്ക് കിട്ടുന്നുള്ളത്. ഒരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ് ഇതിന്ന് കിട്ടുന്നുള്ളത്. നല്ലൊരു അത്തറാണ്. ആൻഡ് മെയിൻ കാര്യം ഇത് ലോങ് ലാസ്റ്റിംഗും ആണ്. ഫുൾ ഡേ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു അത്തർ. ഇതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്വീറ്റ്, ഒരു ഊതിൻ്റെ സ്മെല്ലാണ് മെയിനും. ഒരു ആംബർ, പിന്നെ ഒരു സ്വീറ്റ് ചോക്ലേറ്റ് ടൈപ്സ്, കാരമൽ, ആ ഒരു ടൈപ്സ് അതെല്ലാം ചേർന്നിട്ടുള്ളൊരു ടൈപ്പ് സ്മെല്ലാണ് ഇതിന്ന് വരുന്നുള്ളത്. പിന്നെ ഇത് സ്കിൻ ഫ്രണ്ട്ലി ആണ്, ആൽക്കഹോൾ ഫ്രീയുമാണ്, നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടിലാണ്. ഞാൻ ഇതൊരു 380 റുപ്പീസിനോ എന്താണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നല്ലൊരു അത്തറാണ്. നമുക്കിത് കണ്ണും കൂടിയിട്ട് വാങ്ങിക്കാം. പിന്നെ ഇത് എത്ര ml എത്രയോ ml, ചെറിയൊരു ml ഉള്ളൂ. 400 അറൗണ്ട് 400 അല്ല, ഷിപ്പിംഗ് ചാർജെല്ലാം ചേർത്തിട്ട് ഒരു 380 390 റുപ്പീസാണ് ഇത് കൊടുത്തത്. നല്ലൊരു അത്തറാണ്, അടിപൊളി അത്തറാണ്. പിന്നെ ഇത് മെൻസിനും വുമൻസിനും 2 പേർക്കും യൂസ് ആക്കാം, യൂണിസെക്സ് എന്ന് പറയാം. ആൻഡ് ഇത് കുറച്ച് സ്ട്രോങ് ആണ്, പക്ഷെ അങ്ങനെ തലവേദന ഒന്നും എടുക്കത്തില്ല. നല്ലൊരു അത്തറാണ്. ആൻഡ് ഇതിൻ്റെ അത്തർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ തന്നെ എൻ്റെ അടുത്ത് ഈ ആദിൽ ഖാദിൻ്റെ തന്നെ വേറൊരു അത്തറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. ആദിൽ ഖാദിൻ്റെ സഫീറ എന്ന് പറയുന്ന ഒരു അത്തർ. ഈ ഒരു അത്തർ ഇതെൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചോണ്ടാണ്. ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. 300 റുപ്പീസ് എന്തോ കൊടുത്തെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സെയിം ബോട്ടിലാണ്, പക്ഷേ ഇത് സഫീറ എന്ന് പറയുന്ന അതിൻ്റെ തന്നെ സഫീറ എന്ന് പറയുന്നതാണ്. ആൻഡ് ഇത് ഒരു ഇതൊരു സ്വീറ്റ് ഫ്ലോറൽ, ഒരു സിട്രസ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു സെൻറ്റ് എന്ന് പറയുന്നത്. കുറച്ചൊരു പൗഡറി ടൈപ്പ് സ്മെല്ലാണ്. പക്ഷേ അതിൻ്റെ അത്ര എനിക്ക് പോരാ. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഇതൊരു ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിനൊരു. പക്ഷേ ഇത് നല്ലില്ല എന്ന് പറയുന്നില്ല, നല്ലൊരു സ്മെല്ലാണ്. പക്ഷെ ഒന്നും കൂടി എനിക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതും ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അത്തറും ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്ന ഒരു അത്തറാണിത്. ഇത് പിന്നെ ഇതും സ്കിൻ ഫ്രണ്ട്ലി ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഇതും ഒരു വാനില, ഒരു വുഡി, സിട്രസ്, മസ്കി ടൈപ്പ് സെൻ്റാണ് ഇതിനും ഉള്ളത്. കുറച്ചു ആ ഒരു ടൈപ്പ്, ഒരു റോസ്, ഒരു പൗഡറി എഫക്റ്റാണ് ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെയാണ്. ഓക്കെയാണ്. ഇതിൻ്റെ ഏതെങ്കിലും അത്ര വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയതാണ് ഒന്നും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് കുറച്ച് ഒന്നും കൂടി ബെറ്റർ. നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചൊരു പെർഫ്യൂമാണ് നൈക്കയുടെ മോയ് മാറ്റിൻ പെർഫ്യൂം. ഈ ഒരു സാധനം ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഇതിൻ്റെ വലിയ വേരിയൻറ്റും ഉണ്ട്, ഒരു 15 ml ബോട്ടിലും ഉണ്ട്. 1000 സംതിങ് എന്തോ ആണ്. ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതതിൻ്റെ ഒരു 15 ml ബോട്ടിലെന്ന് തോന്നുന്നു. ഇത് ഞാൻ 170 180 റുപ്പീസിന് വാങ്ങിച്ചതാണ്. 250 260 എന്നാണ് ഇതിൻ്റെ റേഞ്ച്. ഞാൻ നൈക്കാൻ്റെ സെയിലിൽ അത്രയ്ക്ക് വാങ്ങിച്ചതാണ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു പ്രകൃതി രമണീയമായ ഒരു സ്മെല്ലാണ് ഇതിന്ന് കിട്ടുന്നുള്ളത്. ബിക്കോസ് ഇത് നൈറ്റിന് ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല. ഇതൊരു ഡേ ടൈമിന് ഉപയോഗിക്കാം. മോർണിംഗ് പെർഫ്യൂം പറയാം. ഇത് മാറ്റിൻ എന്ന് പറഞ്ഞെങ്കിൽ ഫ്രണ്ട്സിൽ മാറ്റിൻ എന്ന് പറഞ്ഞെങ്കിൽ മോർണിംഗ് എന്നാണ്. അപ്പോൾ ഇതൊരു മോർണിംഗ് പെർഫ്യൂമാണ്. നമുക്ക്
ഒരു ഒരു കുറച്ച് ഫ്ലോറൽ, കുറച്ചൊരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു ടൈപ്പ് സ്മെല്ലാണ് ഇത് വരുന്നത്. ഇതിനെങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല. ഒരു പ്രകൃതി രമണീയമായൊരു സ്മെല്ലാണിത്, ഒരു നേച്ചറിൻ്റെ മണം. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫ്രഷ് ക്ലീൻ ഫ്ലോറൽ ടൈപ്പ് സ്മെല്ലാണ്, ഒരു പ്രകൃതി രമണീയമായൊരു സ്മെല്ല്. നമുക്കൊരു നേച്ചറിൽ നിന്ന് കിട്ടുന്നൊരു ടൈപ്പ് സ്മെല്ലുണ്ടല്ലോ, ഒരു ഗാർഡനിൽ നിന്നല്ല കിട്ടുന്ന ടൈപ്പ് സ്മെല്ല്, ആ ഒരു ടൈപ്പ് സ്മെല്ലാണ്. പിന്നെ ഇത് മെയിൻ കുറച്ച് നമ്മുടെ ചെമ്പകപ്പൂവില്ലേ, ചെമ്പകം, പിന്നെ റോസ്, ആ ഒരു കൈൻഡ് സ്മെല്ലും, പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ ലെമണിൻ്റെ ടൈപ്പ് സ്മെല്ലും മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഈ വാനില സ്മെല്ലെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് ഇതൊരു നേച്ചറിൻ്റെ ഒരു ഫ്രഷ് ടൈപ്പ് സ്മെല്ലാണ്. നമ്മൾ ഒരു ഗാർഡനിലേക്ക് മഴ പെയ്തപ്പോൾ ആ ഗാർഡനിൽ നിന്ന് വരുന്നൊരു സ്മെല്ലുണ്ടാവുമല്ലോ. ഒരു ഗാർഡനിൽ നമുക്കിപ്പോൾ ഒരു വെള്ളം തെറിപ്പിച്ചു, ഗാർഡനിൽ മുഴുവൻ നമ്മൾ വെള്ളം തെറിപ്പിച്ചിട്ടായിട്ട് ഒരു അക്വാ ഫ്രഷ് അങ്ങനെ ഒരു മണം ആ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഒരു നേച്ചറിൻ്റെ നല്ല അടിപൊളി ഒരു നേച്ചറിൻ്റെ സ്മെല്ലാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബിക്കോസ് ഇതൊരു വേറെ ഒരു കൈൻഡ് സ്മെല്ലാണ്. ഈ വാനില ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു നല്ലൊരു സ്മെല്ലാണ്, ഒരു ഫ്ലോറൽ, ഓറഞ്ച്, ലെമൺ എല്ലാം മിക്സ് ആയിട്ട് ഒരു ഫ്രഷ് കൈൻഡ് സ്മെല്ല്, പ്രകൃതി രമണീയമായ സ്മെല്ല് അങ്ങനെ പറയാം. ഒരു ഗാർഡനിൻ്റെ ഒരു മഴ വന്നിട്ട് പോകുമ്പോൾ ഒരു ഗാർഡനിൽ നിന്ന് വരുന്നൊരു മണം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പ് മണമാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ഡേ ടൈമിന് പറ്റിയൊരു പെർഫ്യൂമാണ്, നൈറ്റിന് പറ്റിയ അത്ര പെർഫ്യൂമല്ല, സ്ട്രോങ് അല്ല. ആൻഡ് ഇതെനിക്ക് വർത്ത് ഫോർ മണി അങ്ങനെ പറയാം. നല്ലൊരു പെർഫ്യൂമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പൈസ ഇതിൽ ഞാൻ വാങ്ങിച്ചെന്ന് വെച്ചിട്ട് നഷ്ടപ്പെട്ടില്ല. നല്ലൊരു പെർഫ്യൂമാണ്, 6 hour ലാസ്റ്റിംഗ് ഉണ്ട്, നൈക്കാല അവൈലബിൾ ആണ്. അതിന് നെക്സ്റ്റ് എല്ലാവർക്കും സുപരിചിതമായ ഒരു പെർഫ്യൂം സ്പ്രേ, എൻഗേജിൻ്റെ W2 ഫ്ലോറൽ ഫ്രൂട്ടി പറയുന്ന ഒരു പെർഫ്യൂം സ്പ്രേ. ഇതെല്ലാവർക്കും പരിചയമുണ്ടാവും. ഒട്ടുമിക്ക കോളേജ് ഗേൾസിൻ്റെ, സ്കൂൾ ഗേൾസിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമായി ബോട്ടിൽ വാങ്ങിച്ചത്. ഒരു അടിപൊളി സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഫ്ലോറൽ, ഫ്രൂട്ടി, സ്വീറ്റ് ടൈപ്പ് ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നുള്ളത്. ആൻഡ് മെയിൻ കാര്യം, ഇത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ലാസ്റ്റിംഗ് ഉണ്ട്. ആൻഡ് അഫോർഡബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്കിത് 160 rupees ഇതിന് കിട്ടിയത്. ഒരു അടിപൊളി പെർഫ്യൂം സ്പ്രേ ആണ് ഇത്. ഇത് അത്ര സ്ട്രോങ് ഒന്നല്ല. ഇതിനൊരു ഓറഞ്ച്, വാനിലയുടെ, പിന്നെ കുറച്ച് സാൻഡൽവുഡിൻ്റെ ഒക്കെ സെൻറ്റാണ് ആണ് ഇതിന് പിന്നെ വരുന്നുള്ളത്. ആ ഒരു വാനിലയുടെ, കുറച്ച് ഓറഞ്ചിൻ്റെ, പിന്നെ കുറച്ച് ഫ്ലോറലായിട്ട് അങ്ങനെ ഒരു സാൻഡൽവുഡിൻ്റെ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിന് വരുന്നുള്ളത്. ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല രീതിയിൽ ലാസ്റ്റിങ്ങും ഉണ്ട്, സ്കിൻ ഫ്രണ്ട്ലിയുമാണ്. പിന്നെ ഇതിൽ നോ ഗ്യാസ് പെർഫ്യൂം എന്ന് പറയാം. ഫുള്ള് പെർഫ്യൂം മാത്രമേ ഉള്ളൂ, നല്ലൊരു പെർഫ്യൂമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ, ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവരുടെ തന്നെ ഞാൻ വേറൊരു പെർഫ്യൂം വാങ്ങിച്ചു. പറഞ്ഞെങ്കിൽ എൻഗേജിൻ്റെ W1 ഫ്ലോറൽ മസ്കി, ഇതാ ഈ ഒരു പെർഫ്യൂം. ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു. കാരണം ഇത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതും ഒരു ഫ്ലോറൽ ടൈപ്പ് ഒരു സ്മെല്ലാണ്. മൈൽഡ് ഫ്ലോറൽ, കുറച്ച് സ്വീറ്റ്, കുറച്ച് റോസി ടൈപ്പ് സ്മെല്ലാണ് ഇതിനുള്ളത്. എനിക്കിത് കൂടുതലായിട്ടും എനിക്ക് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വരുന്നൊരു സ്മെല്ല് കുറച്ച് ലില്ലിയുടെ, കുറച്ച് ആംബറിൻ്റെ, കുറച്ച് ഓറഞ്ചിൻ്റെ ഒക്കെ മിക്സ്ഡ് ആയിട്ട് ഒരു സ്മെല്ലാണ് പിന്നെ ഇതിന്ന് വരുന്നുള്ളത്. നല്ലൊരു പെർഫ്യൂമാണ്, അഫോർഡബിൾ ആണ്. 160 rupees ഞാൻ ഇതും വാങ്ങിച്ചത്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. എനിക്ക് ഇത് രണ്ടിൽ കൂടുതൽ ഇഷ്ടം ഈ W2 ആണ്. ഈ W1 W2 ആണ് ഇഷ്ടം. അതിന് W1 നല്ലയില്ല എന്നല്ല, നല്ലുണ്ട്, പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കൈൻഡ് സ്മെല്ലാണ്. W2 ഭയങ്കര അടിപൊളി പെർഫ്യൂമാണ്. ഇനി നെക്സ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഒരു ലക്സറിയസ് ആയിട്ട് ഒരു ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്ന, നമ്മൾ അടിച്ചാൽ നമ്മളെ തന്നെ എല്ലാവരും നോക്കുന്ന രീതിയിലുള്ള ഒരു പെർഫ്യൂമാണ് പറയാൻ വന്നത്. പക്ഷെ എനിക്കത് കാണിക്കാൻ എൻ്റെ കയ്യിൽ ബോട്ടലില്ല, എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് സാധാരണ ആർക്കും കേട്ടിട്ടുണ്ടാവത്തില്ല. ഡാർക്ക് ഫീവറും പറയുന്ന ഒരു പെർഫ്യൂം ഞാൻ സൈഡിൽ കൊടുക്കാം, ലിമിറ്റഡ് എഡിഷൻ. ഇതൊരു UAE ഇന്ത്യൻ ബേസ്ഡ് ഒറിജിൻ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇതൊരു അടിപൊളി പെർഫ്യൂമാണ്, എൻ്റെ ഫേവററ്റ് ആണ്. ഇത് ഒരു ഭയങ്കര ഒരു ലക്സറിയസ് സ്മെല്ലാണ് ഇത് തരുന്നുള്ളത്. വുമൻസിന് പറ്റിയൊരു പെർഫ്യൂമാണ്, നല്ലൊരു പെർഫ്യൂമാണ്. 100 ml ഒരു 700 റേഞ്ച്, 1200 സംതിങ് ആണ് റേഞ്ച്. പക്ഷേ സെയിലിന് നമുക്കൊരു 700 കിട്ടും. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ആൻഡ് അവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇവിടത്തേക്ക് അത്
ഇവിടത്തേക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആമസോണിൽ അവൈലബിൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ അത് സ്റ്റോക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു അടിപൊളി സ്മെല്ലാണ്. പറയാന്ന് വെച്ചെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഒരു ഫ്ലോറൽ, ഒരു ഫ്രൂട്ടി, ഒരു സ്വീറ്റ് കൈൻഡ് സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നുള്ളത്. പിന്നെ നോട്ട്സ് എന്ന് വെച്ചെങ്കിൽ അതിൽ അതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് റോസ്, പിന്നെ ജാസ്മിന്, കുറച്ച് ആംബർ, പിന്നെ ഒരു മസ്കി, ഒരു വുഡി ടൈപ്സ് നോട്ട്സാണ് അതിൻ്റെ. ഒരു ഭയങ്കര മണമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു ലാസ്റ്റിങ്ങുള്ള നല്ലൊരു പെർഫ്യൂമാണ്. അങ്ങനെ ആരും ഇത് പറഞ്ഞിട്ട് കേട്ടിട്ടുമില്ല ഞാൻ. ആ ഒരു കൈൻഡ് സ്മെല്ലാണ് അതിനുണ്ട്. കുറച്ച് ആപ്പിൾ, ഓറഞ്ച് മിക്സ് ആയിട്ട്, പിന്നെ കുറച്ച് വാനില, ഷുഗർ കുറച്ച് മിക്സ് ആയിട്ട്, പിന്നെ ഒരു ഡാർക്ക് ഫ്ലോറൽ, ഒരു സ്വീറ്റ് വാം ആയിട്ടുള്ള ഒരു സെക്സി ഫ്രാഗ്രൻസ് അങ്ങനെ പറയാം. എന്നൊരു അടിപൊളി പെർഫ്യൂമാണ്, നല്ലൊരു അടിപൊളി പെർഫ്യൂമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത്രയും പെർഫ്യൂം വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ആമസോണിൽ നിന്ന്. ആൻഡ് ഇത് നമുക്ക് ഒട്ടുമിക്ക ബ്രാൻഡഡ് പെർഫ്യൂം 15 ml നമ്മൾ 600-700 എല്ലാം കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം ഈ ഒരു 100 ml ഈ ഒരു പെർഫ്യൂം വർത്ത് ഫോർ മണിയാണ്. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അല്ല, ഡെയിലി വെയർ ആണ്. രാത്രിയും പകലും എല്ലാം നമുക്കിത് ഉപയോഗിക്കാം. അടിപൊളിയാണ്, നല്ലൊരു പെർഫ്യൂമാണ്. ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച 2 പെർഫ്യൂം കാണിച്ചു തരാം. ഈ ഒരു പെർഫ്യൂമും ആൻഡ് ഈ ഒരു പെർഫ്യൂമും. ആൻഡ് ഇതിനെ പറ്റി ആദ്യം പറയാം. ഇത് ആമസോണിലും അവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ബേബി ഡോൾ എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ് ഇത് അത്ര എന്ന് വിചാരിക്കേണ്ട, ഇത് കോൺസെൻട്രേറ്റ് പെർഫ്യൂമാണ്. ഒരു അടിപൊളി പെർഫ്യൂമാണ്. ഞാൻ ഇത് 200 റുപ്പീസിനാണ് വാങ്ങിച്ചത്. നല്ലൊരു പെർഫ്യൂമാണ്. ഇത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. വേണമെങ്കിൽ നമുക്കിത് കുളിച്ചാലും ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഉണ്ടാവും. ഇത് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ എയറിൽ ഇങ്ങനെ പറക്കുന്നുണ്ടാവും. ആ ഒരു ടൈപ്പ് സ്മെല്ലാണ്, ഒരു ഫ്രഷ് ടൈപ്പ് സ്മെല്ലാണ്. അപ്പോൾ ഇതിനെങ്ങനെ പറയാം, ഒരു ഫ്രഷ്, ഒരു സോപ്പിൻ്റെ മണം, ഏതോ ഒരു സോപ്പിൻ്റെ ടൈപ്പ് ഒരു മണം എനിക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതൊരു നമ്മുടെ ഏലക്ക, പിന്നെ കുറച്ച് ബിരിയാണിയിലെല്ലാം ഇടുമല്ലോ സിന്നമൺ, ആ ഒരു വിരക്ക് കഷ്ണം, പിന്നെ കുറച്ച് ജിഞ്ചറിൻ്റെ, പിന്നെ അതെല്ലാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രേപ്പ് ഫ്രൂട്ട്, അതെല്ലാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. നല്ലൊരു സ്മെല്ലാണ്, ഒരു ഫ്രഷ് സ്മെല്ലാണ്. ഒരു ഫ്രഷ്നെസ് നമുക്കിത് തേച്ചാൽ ഒരു നല്ല ഫ്രഷ്നെസ് ഇതിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ടൈപ്പ് സ്മെല്ലാണ്. അടിപൊളിയാണ്. ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും. അല്ല ഫുൾ ഡേ കുളിച്ചാലും പോകാത്തത് ഞാൻ പറഞ്ഞില്ല, അതുപോലത്തെ ഒരു സെൻറ്റാണ്. ഇത് കുപ്പിയിൽ കാണാൻ ചെറുതുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്, അടിപൊളിയാണ്, നല്ലൊരു പെർഫ്യൂമാണ്. ഇത് ആമസോണിൽ 120-150 റുപ്പീസിനൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ പിന്നെ ഇവരുടെ തന്നെ സൈറ്റിൽ അവൈലബിൾ ആണ്. അത് എന്താ സൈറ്റിൻ്റെ പേര് സൈഡിൽ കൊടുക്കാം. അടിപൊളിയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂമാണ്, സീസർ അങ്ങനെ എന്തോ, അങ്ങനെ ഒരു ടൈപ്പ് എന്തോ, എനിക്ക് പ്രൊണൗൺസ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. ആ ഒരു ടൈപ്പ് എന്താണ് ഇതാണ് ആ പെർഫ്യൂമിൻ്റെ പേര്, സീസാർ അങ്ങനെ എന്തോ ആണ് ഈ പെർഫ്യൂമിൻ്റെ പേര്. ആൻഡ് ഇതൊരു ഞാൻ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ വെറുതെ ഒന്ന് ഉൾപ്പെടുത്തിയുള്ളൂ. അഫോർഡബിൾ ആണ്. ഞാൻ ഇത് 300 റുപ്പീസിനോ 200 റുപ്പീസിനാ 250 റുപ്പീസിനാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. അടിപൊളി സ്മെല്ലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കുറച്ച് സ്ട്രോങ് ആണ്, ഒരു കൈൻഡ്. പിന്നെ ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. 24 ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 24 ഹവർ ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പെർഫ്യൂമാണ്. ഇതൊരു അക്വാ ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്, കുറച്ച് സ്ട്രോങ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നല്ലൊരു പെർഫ്യൂമാണ്. അഫോർഡബിൾ ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് വെബ്സൈറ്റിലൊന്നും അവൈലബിൾ അല്ല, ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഈ പെർഫ്യൂംസ്, ബോഡി മിസ്റ്റ് ഒക്കെ കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഓയിലും ഉപയോഗിക്കുക. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബോഡി ഓയിലാണ് ഈ ജോൺസൺസ് ബേബിൻ്റെ ബോഡി ഓയിൽ. കുഞ്ഞുങ്ങളുടെ ബോഡി ഓയിലും ഈ ബോഡി ഓയിലാണ് ഞാൻ കയ്യിലൊക്കെ തേച്ചിട്ടായിട്ട് പെർഫ്യൂംസ് ഒക്കെ അടിക്കുന്നത്. കാരണം കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇത് 150 റുപ്പീസ് എന്താണ് റേഞ്ച്. നല്ലൊരു ബോഡി ഓയിലാണ്. ഇത് തേച്ചപ്പോൾ നമുക്കൊരു ബേബി ചെറിയ കുഞ്ഞിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു ടൈപ്പ് സ്മെല്ലാണ് ഇത് തേച്ചപ്പോൾ കിട്ടുന്നത്. പിന്നെ ആ ഒരു പെർഫ്യൂമോ ബോഡി മിസ്റ്റോ എന്തടിച്ചെങ്കിലും അത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ പ്ലമ്മിൻ്റെ ഒക്കെ ബോഡി ഓയിൽ ഉണ്ടല്ലോ, അതും അടിപൊളിയാണ്. അതുപോലെ അതെനിക്ക് ഫ്രീ ബി ആയിട്ട് ആ പ്ലമ്മിൻ്റെ ബോഡി ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് ട്രൈ ചെയ്തായിരുന്നു. അത് നല്ലൊരു അടിപൊളി ബോഡി ഓയിലാണ്. ആൻഡ് ഇതും നല്ലതാണ്. ഇതും കുറച്ച് 150 ml 150 റുപ്പീസിന് ഇത് എത്ര ml ബോഡി 100 ml 150ക്ക് 100 ml ഇത് കിട്ടുന്നുണ്ട്. നല്ലൊരു ബോഡി ഓയിലാണ് ഇതും.
ഇത്രയൊക്കെയാണ് എൻ്റെ അഫോർഡബിൾ പെർഫ്യൂം കളക്ഷൻസ്. അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ആണ് എൻ്റെ. ആൻഡ് ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ കാണിച്ച പെർഫ്യൂംസിനൊക്കെ ഭയങ്കര ലാസ്റ്റിംഗ് ആണല്ലോ. ഞാൻ ഒട്ടുമിക്ക പെർഫ്യൂംസും നോക്കിയിട്ട് വാങ്ങിച്ചത് കുറച്ച് ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂംസ് ഒക്കെയാണ് നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. നോക്കാതെ ഇങ്ങനെ വാങ്ങിച്ച പെർഫ്യൂം ഉണ്ട്, പക്ഷേ എന്തോ ഭാഗ്യത്താൽ ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ലാസ്റ്റിംഗ് കിട്ടിയ പെർഫ്യൂംസ് ഒക്കെ നിങ്ങൾക്കും ലാസ്റ്റിംഗ് ഉണ്ടാവണമെന്നില്ല, കാരണം ഓരോരാളുടെ ഓരോ ബോഡി ടൈപ്സ് ആണ്. ഇപ്പം എനിക്ക് സാധാരണ അങ്ങനെ ലാസ്റ്റിംഗ് ഉണ്ടാവാറില്ല, ഒട്ടുമിക്ക പെർഫ്യൂംസും ലാസ്റ്റിംഗ് കുറവാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ പെർഫ്യൂംസൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 1-2 ബോഡി മിസ്റ്റും പെർഫ്യൂംസൊക്കെ ലാസ്റ്റ് ചെയ്യാതെ ഉള്ളൂ. ഇതാണ് എൻ്റെ കളക്ഷൻ, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഫോർഡബിൾ പെർഫ്യൂം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും പെർഫ്യൂമിൻ്റെ നിങ്ങൾക്ക് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ, ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.